പന്തീരങ്കാവ് പീഡന കേസ്, ഭർത്തൃപീഡന കേസ് ഒരു കാലത്ത് നമ്മളെ ഏറെ ചർച്ച ചെയ്തതാണ്, മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. ഭർത്താവ് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, വല്ലാതെ മർദ്ദിക്കുന്നു, കഴുത്തിൽ റിമോട്ട് ഇതിൻ്റെ കേബിളിട്ട് വലിച്ച്, മൊബൈലിൻ്റെ കേബിളിട്ട് വലിച്ച് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ വന്നു. അത് കേസായി. കേസ് വരുന്ന ഇയാളെ അറസ്റ്റ് ചെയ്യാതെ വെച്ചു. അവസാനം ഇയാൾ വിദേശത്തേക്ക് കടന്നു. വിദേശത്ത് വെച്ച് അയാൾക്ക് ഒരുപാട്, അതൊക്കെ പോലീസുമായിട്ട് ചില ബന്ധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇയാൾ വിദേശത്ത് പോയി വലിയ വാചകടിച്ചു. ഒടുവിൽ അയാളെ വിദേശത്ത് കൊണ്ടുവന്നു, അറസ്റ്റ് ചെയ്തു, റിമാൻഡിലഴിഞ്ഞു. അത് കഴിഞ്ഞ് അയാൾ പുറത്തു വിട്ടു. ഇപ്പോൾ അയാൾ ജാമ്യത്തിലാണ്. പക്ഷേ ആ കഥ പിന്നെ കോടതി വെറുതെ വിട്ടത് എങ്ങനെയാണ്? കോടതി ആ കേസ് തള്ളുന്നതിന് ഒരു കാരണം, ഹൈക്കോടതിയിൽ വെച്ച് അത് സെറ്റിൽമെൻ്റായി. ഈ സ്ത്രീ തന്നെ എന്ന് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ തൽക്കാലം വീട്ടുകാർ പറഞ്ഞിട്ട് ഞാനത് ചെയ്തതാണ് എന്ന രൂപത്തിൽ പറഞ്ഞ് ആ കേസ് ഒത്തുതീർപ്പാക്കി. ഇപ്പോൾ നമ്മുടെ ഒരു സീരിയലുകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ട്വിസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സീരിയലിൽ നമുക്കറിയാം 3 ആഴ്ച ഒരു സംഭവം ഉണ്ടാവും, അത് കഴിഞ്ഞൊരു ട്വിസ്റ്റ് വരും, അടുത്ത 3 ആഴ്ച വേറൊരു ട്വിസ്റ്റ് വരും. ഇങ്ങനെയാണല്ലോ സീരിയൽ, അങ്ങനെയാണല്ലോ നമ്മൾ സീരിയലിൽ പിടിച്ചു നിർത്തുന്നത്. ഇപ്പോൾ അതിനേക്കാൾ വലിയ ട്വിസ്റ്റ്, ഇത് സത്യം ഭാവനയേക്കാൾ വളരെ വിചിത്രമാണ് എന്ന് പറയുന്ന ഒരു പഴയ ചൊല്ലുണ്ടല്ലോ ഇംഗ്ലീഷിൽ, ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് പറയുന്ന ആ ചൊല്ലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇപ്പോൾ ആ സ്ത്രീ വീണ്ടും പറഞ്ഞിരിക്കുന്നു. ആ സ്ത്രീ പറയുന്നു, അന്ന് വീട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ ഒത്തുതീർപ്പിന് പോയത്, ഇപ്പോൾ വീണ്ടും ഇയാൾ മർദ്ദിക്കുന്നു, വളരെ വിചിത്രമായ കാരണങ്ങളാണ്, കൂടെ കുളിച്ചില്ല, ചോറ് വായൽ കൊടുത്തില്ല, കൂട്ടാൻ പുളി കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് അയാൾ മർദ്ദിക്കുന്നു എന്നാണ്. സ്ത്രീധനമാണ് പ്രശ്നമെന്ന് വേറൊരു വാദമുണ്ട്. സ്ത്രീധനം ഇതിന് പിന്നിലുണ്ടാവും, ഇല്ലാതിരിക്കില്ല. പക്ഷെ ഇവിടെ യഥാർത്ഥ പ്രശ്നം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരാണ്. ഈ പെൺകുട്ടിക്ക് ഒരു പ്രാവശ്യം മർദ്ദനം കിട്ടിയാൽ, മർദ്ദിക്കാൻ ആർക്കും അവകാശമുള്ളേ, ഭർത്താവാണെങ്കിൽ അടിക്കാനൊന്നും പറ്റില്ല, മർദ്ദിക്കാനും പാടില്ല. ഒരു പ്രാവശ്യം മർദ്ദനം കിട്ടിയാൽ ആ വീട്ടുകാരെ കുട്ടിയുടെ ഒപ്പം നിൽക്കണം, എന്നിട്ട് പറയണം, ഇനി മർദ്ദിച്ചാൽ ഞങ്ങൾ വിവാഹമോചനത്തിന് പോകും, അല്ലെങ്കിൽ കേസിന് പോകും. പക്ഷേ അത് ചെയ്തില്ല. വീട്ടുകാർ ഈ കുട്ടിയുടെ എതിരായിട്ടാണ് നിന്നത്. സത്യത്തിൽ കുട്ടിയുടെ വീട്ടുകാർ വന്നു ഒത്തുതീർപ്പാക്ക്, കാരണം അത് ബുദ്ധിമുട്ടാണ്, മാനക്കേടാണ്, സമ്പത്തിൻ്റെ പ്രശ്നമാണ്, കൊടുത്ത സ്ത്രീധനം പോകും, നിരവധി കാരണങ്ങൾ ഉണ്ടാവാം. എങ്ങനെയെങ്കിലും കുടുംബം അങ്ങോട്ട് ഒന്നിച്ചു പോട്ടെ എന്ന് തീരുമാനിക്കുന്ന അയാളവിടെ ചെന്നാൽ അയാൾ വീണ്ടും തല്ലും. രാഹുൽ പി ഗോപാൽ എന്ന് പറയുന്ന ആൾ വീണ്ടും അടിക്കും. അയാൾ അടിച്ചു, ഇപ്പം നടക്കുന്നു. ഇനി ഈ കഥയുടെ ട്വിസ്റ്റ് എവിടെ പോകും നമുക്കറിയില്ല. അവസാനം എല്ലാവരും കൂടി വീണ്ടും ഒത്തുതീർപ്പാകും, വീണ്ടും കേസ് വരും. എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ പെൺകുട്ടികളുടെ വീട്ടുകാർ കൃത്യമായി നിലപാടെടുക്കേണ്ടതാണ്. മർദ്ദിക്കുന്നുണ്ടെങ്കിൽ അത് ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ, മിക്കവാറും ഭർത്താവ് ഭാര്യയാണല്ലോ മർദ്ദിക്കുക, ആ വിവാഹബന്ധം ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കർശനമായി പറയാൻ കഴിയണം വീട്ടുകാർ. അത് കഴിയാത്തിടത്തോളം ഈ ഒത്തുതീർപ്പുകളും വീണ്ടും അതിൻ്റെ പൊളിവേലുകളും ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ പെൺകുട്ടിയുടെ ഭാഗത്താണ് എന്തെങ്കിലും തെറ്റെന്ന് നമുക്കറിയില്ല. അതുണ്ടെങ്കിൽ ചെറുക്കന് വളരെ കൃത്യമായി വിവാഹമോചനത്തിന് പോകാമല്ലോ, വേറെ എടുക്കേണ്ട കാര്യമല്ലോ. അപ്പോൾ ഏതായാലും ഈ കഥ സീരീസ് പോലെ, നമ്മുടെ സീരിയൽ പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.